ഹലോ ഫ്രണ്ട്സ്, ഹായ് ഗൈസ്. ഇന്നിനി എന്നാ ഉദ്ദേശം? ഞാൻ ഒന്നിലും തൊടില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാനായിട്ട് പോകുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരുപാട് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ വെറും ഒരു കെമിക്കലും അതുപോലെ കറണ്ടൊക്കെ യൂസ് ചെയ്താണ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകും. എൻ്റെ എടാ നീ എന്നെ ഈ കാണിക്കുന്നത് എടാ, ഈ തുരിശ ഇത് കോപ്പർ സൾഫേറ്റ് ആള് ക്ലോസ് ആവും വെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ. എന്നൊക്കെ കാണിക്കുന്ന നടങ്ങ നീ. നല്ല കളർ കണ്ടിട്ട് തിന്നാനും തോന്നുന്നില്ല. അതെ അതെ, പക്ഷെ ഒന്നേ തിന്നുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഈ കോപ്പർ സൾഫേറ്റ് വെച്ചാണ് കേട്ടോ. ഇപ്പം ഈ കോപ്പർ സൾഫേറ്റ് ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും കോപ്പറും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് കോപ്പർ സൾഫേറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ കറണ്ട് യൂസ് ചെയ്തിട്ട് ആ പ്രോസസ്സ് തിരിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കോപ്പറും അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. പോയേ ഓ എണീറ്റ് ഇവിടെ ഇരിക്കണ്ട. നീ ഇവിടുന്ന് ഓരോന്ന് കാണിച്ചിട്ട് ഞാനായിരിക്കും പുകയാകുന്നത്. ചുമ്മാ ഓരോ പരിപാടി കാണിക്കാനായിട്ട് നിൽക്കുന്നു. നീ പോടാ, നിനക്ക് മാത്രമല്ല കെമിസ്ട്രി ചെയ്യാൻ പറ്റുള്ളൂ, ഞാനും ചെയ്യണം. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് നമ്മൾ ഒരിക്കലും വീടിന്റെ അകത്ത് വെച്ച് ചെയ്തേക്കല്ലേ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് ഒക്കെ പുറത്ത് വരുന്നതാണ്. ഹൈഡ്രജൻ ഗ്യാസ് കത്തുകയും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അകത്ത് വെച്ച് ചെയ്യാനായിട്ട് ഈ സംഗതി സേഫ് അല്ല, എപ്പോഴും പുറത്ത് വെച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ എക്സ്പെരിമെന്റിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഭാഗം നമുക്ക് അകത്ത് വെച്ച് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കോപ്പർ സൾഫേറ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിനകത്ത് കലക്കണം. അപ്പോൾ ഇത് വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നത് ബാറ്ററി വാട്ടർ ആണ് കേട്ടോ. ഒന്നെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ വേണം, എന്തായാലും പ്യൂർ ആയിട്ടുള്ള വാട്ടർ വേണം. ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് നല്ലത്. ബാറ്ററി വാട്ടർ കൊണ്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് വർക്ക് ചെയ്യും. ഇതും മിനറൽസ് ഒന്നും ഇല്ലാത്ത പ്യൂർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതിന് അങ്ങനെ വലിയ കണക്കൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ഒരു സ്പൂൺ കോപ്പർ സൾഫേറ്റ് ഈ വെള്ളത്തിനകത്തോട്ട് കലക്കാനായിട്ട് പോവാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലാസിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ സെറാമിക് എന്തെങ്കിലും ആണ് നല്ലത്. അപ്പോൾ ഇരുമ്പിൻ്റെ ഒന്നും യൂസ് ചെയ്യുന്നത് നല്ലതല്ല. എന്തായാലും ഇതിപ്പോൾ സ്റ്റീൽ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ സൊല്യൂഷനൊക്കെ ഇവിടെ റെഡിയായി. നമുക്ക് ഇനി കുറച്ച് കറണ്ടാണ് വേണ്ടത് അല്ലേ. അപ്പോൾ കറണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ വലിയ പവർ സപ്ലൈ തന്നെ യൂസ് ചെയ്യാം. ഇതൊരു DC പവർ സപ്ലൈ ആണ്. അപ്പോൾ ഈ പവർ സപ്ലൈ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാനായിട്ട് ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും രണ്ട് വയർ എല്ലാം റെഡിയാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കോപ്പർ പ്ലേറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവേലും പോസിറ്റീവേ നമ്മൾ കോപ്പർ കൊടുക്കും. എന്ത് സാധനത്തിലാണോ പ്ലേറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ നെഗറ്റീവേ കൊടുക്കും. അപ്പോൾ ഈ പോസിറ്റീവേ എന്നുള്ള കോപ്പർ ഇങ്ങനെ പീസായി, അതായത് ആ ലിക്വിഡിനകത്തോട്ട് നമ്മുടെ ഈ സൊല്യൂഷനകത്തോട്ട് അലിഞ്ഞ് ചേർന്നിട്ട് അത് നമ്മുടെ നെഗറ്റീവ് ടെർമിനലിൽ പോയി പിടിച്ചിരിക്കും. അങ്ങനെയാണ് പ്ലേറ്റിംഗ് ചെയ്യുന്നത്, കോപ്പർ പ്ലേറ്റിംഗ്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ഈ സൊല്യൂഷനകത്ത് നിന്ന് കോപ്പറിനെ മുഴുവൻ വലിച്ച് പുറത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോസിറ്റീവേൽ കോപ്പർ നമ്മൾ വെക്കില്ല, പകരം ഗ്രാഫൈറ്റിൻ്റെ ഒരു പീസ് വെക്കും. ഇതിപ്പോൾ ഒരു ഗ്രാഫൈറ്റിൻ്റെ ക്രൂസിബിളാണ് കേട്ടോ. അതായത് ഇതിപ്പോൾ ഗ്രാഫൈറ്റിൻ്റെ ഒരു ക്രൂസിബിളാണ് കേട്ടോ. അതായത് ഇതിനകത്ത് നമ്മൾ ഇരുമ്പിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പഴുപ്പിച്ച് ഉരുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ക്രൂസിബിൾ. ഓക്കെ, ഇതെന്നാ പറയുന്നത്, കോപ്പാന്ന് പറയുമോ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇരുമ്പിൻ്റെ പീസിൽ കുറച്ച് കോപ്പർ പ്ലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏറെക്കുറെ അതേ പ്രോസസ് ആയിരിക്കും നമ്മൾ ഈ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ഒരു ടെർമിനലിൽ മാത്രം നമ്മൾ കോപ്പർ റീപ്ലേസ് ചെയ്തിട്ട് കാർബൺ വെക്കുന്നു, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് ആദ്യം ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനിലോട്ട് നമ്മൾ ഈ പവർ സപ്ലൈയുടെ ഈ പോസിറ്റീവേൽ ഇതുണ്ടല്ലേ കോപ്പറിൻ്റെ ഒരു പീസ് ഇങ്ങോട്ട് വെക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ടെർമിനലിലോട്ട് നമ്മൾ ഈ ഇരുമ്പിൻ്റെ പീസ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നു. ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ കോപ്പറിൻ്റെ പീസ് ഇതിനകത്ത് സബ്മേർജ് ആയിട്ട് തന്നെ വെച്ചേക്കുവാണ്. എന്നിട്ട് ഈ ഇരുമ്പിൻ്റെ പീസ് നമ്മൾ ജസ്റ്റ് അത് മുക്കിയെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ ഇരുമ്പിൻ്റെ പീസിലിട്ട് ഫുള്ള് കോപ്പർ പ്ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കോപ്പറിൻ്റെ ഒരു ലെയർ ഇതിന് ചുറ്റിന് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആകെ വ്യത്യാസം വരുത്തുന്നത് നമ്മുടെ ഈ ഒരു കോപ്പറിൻ്റെ പീസ്, അതായത് പോസിറ്റീവ് റെയിൽ കണക്ട് ചെയ്ത കോപ്പറിൻ്റെ പീസ് നമ്മൾ മാറ്റിയിട്ട് ചെറിയൊരു ഗ്രാഫൈറ്റിൻ്റെ പീസ് വെക്കുന്നു. അപ്പോൾ അത്ര ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമുക്ക് പുറത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഈ പോസിറ്റീവ് ടെർമിനലാണ് കേട്ടോ കൊടുക്കേണ്ടത്. പോസിറ്റീവ് നമ്മൾ ഇതിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ ചെറിയൊരു കോപ്പറിൻ്റെ സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിനെ നെഗറ്റീവ് കണക്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ ഇടാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിയാക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാർബണിൻ്റെ പീസിൽ നിന്ന് കൊമളകൾ വരുന്നത് നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ ഈ കോപ്പറിൻ്റെ പീസിലോട്ട് ഇതുണ്ടല്ലോ വീണ്ടും വേറെ കോപ്പർ വന്ന് പ്ലേറ്റ് ചെയ്ത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കട്ടിയിൽ.
അപ്പോൾ നമ്മുടെ ഈ സൊല്യൂഷൻ്റെ കളർ ഫുള്ളായിട്ട് പോയി നല്ല ക്ലിയർ സൊല്യൂഷൻ ആകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ചിലപ്പോൾ ഒരു 1-2 മണിക്കൂർ എടുത്തേക്കാം. അപ്പോൾ അത്ര നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഡൈലൂട്ട് ആയിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ ആയിരിക്കും അതിന് കിട്ടുന്നത്. ഇതെന്നെ സംഭവം തന്നെ ഇവിടെ ഭയങ്കര കെമിസ്ട്രി ആണല്ലോ. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ കലക്കാൻ പറ്റുന്നത്, ഇച്ചിരി കളർ കുറവുണ്ട്. 4-5 കളറും കൂടെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ സൊല്യൂഷനകത്തു നിന്ന് ഈ കോപ്പർ ഫുൾ ഇവിടെ സെപ്പറേറ്റ് ആയി വന്ന് ഈ ഒരു പീസിലോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ള റിയാക്ഷൻ ഫുൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൊല്യൂഷനകത്തുനിന്നുള്ള കോപ്പർ മുഴുവൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. പക്ഷേങ്കിൽ ഇതിനിപ്പോഴും ചെറിയൊരു ബ്ലൂ കളർ മിച്ചമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ കോപ്പർ മിച്ചമുണ്ട്, അതുകൊണ്ടാണ് ഈ ബ്ലൂ കളർ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ആ ഒരു പ്രോസസ്സ് റൺ ചെയ്തിട്ട് ബാക്കിയുള്ള കോപ്പറും കൂടെ ഇതിനകത്ത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള ആസിഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഡൈല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡാണ്. ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ആസിഡ് നമ്മൾ ജസ്റ്റ് തറയിലോട്ട് ചുമ്മാ ഒന്ന് ഒഴിക്കുകയാണെങ്കിൽ, സിമെൻറ്റിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഇതുപോലെ പതഞ്ഞ് വരുന്ന നമുക്ക് കാണാൻ പറ്റും. അത് ആസിഡും ആ സിമെൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെയാണ് കേട്ടോ. ഇത്ര റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ കിട്ടിയേക്കുന്നത് ഡൈല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. അതൊരു കുറച്ച് അയണിൻ്റെ ഒക്കെ കണ്ടാമിനേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെറിയ യെല്ലോ കളർ വന്നേക്കുന്നത്. നമ്മുടെ ആ കോപ്പർ സൾഫേറ്റ് സാധാരണ നമുക്ക് ഈ വളക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കോപ്പർ സൾഫേറ്റ് ആയതുകൊണ്ട് അതിനകത്ത് പ്യൂരിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അതിനകത്ത് അയൺ കണ്ടാമിനേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് യെല്ലോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളതിനകത്തുനിന്ന് റിമൂവ് ചെയ്ത കോപ്പർ ഈ കോപ്പറിൻ്റെ സ്ട്രിപ്പയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഒരു ചെളി കണക്കിന് ഇതിനെ പിടിച്ചേക്കാനുണ്ട്. ഇത് പ്യുവർ കോപ്പറാണ്. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനകത്തൂടെ നമ്മൾ ഈ കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഈ കോപ്പർ അയോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ആണ്. അപ്പോൾ അത് ഈ നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ട് വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. അതാണ് നമുക്കിവിടെ ഈ ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന കോപ്പർ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ആ സൾഫറിൻ്റെ ഓക്സിജൻ്റെ ഭാഗം ഹൈഡ്രജനുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് H2SO4 അതായത് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്ത ഈ ഒരു കെമിസ്ട്രി. അപ്പോൾ നമുക്ക് ഡൈല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡും കിട്ടി. ഇതിൻ്റെ എക്സാക്റ്റ് കോൺസെൻട്രേഷൻ എന്തെന്ന് അറിയണമെങ്കിൽ വല്ല ടൈട്രേഷൻ വല്ലതും ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സൾഫ്യൂരിക് ആസിഡിനെ കോൺസെൻട്രേറ്റഡ് ആക്കി എടുക്കാം. സൾഫ്യൂരിക് ആസിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് 300 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മളിത് ഹീറ്റ് ചെയ്താൽ ഇതിനകത്തെ വെള്ളം മാത്രമായിരിക്കും ആദ്യമേ ഇവാപറേറ്റ് ആയി പോകുന്നത്. പിന്നെ അത് തീർന്ന് ലാസ്റ്റ് സൾഫ്യൂരിക് ആസിഡ് ആകുമ്പോഴത്തേക്കും പുക വരാൻ തുടങ്ങും ഇതിനകത്തുനിന്ന്. അപ്പോൾ അത് ഫുള്ളി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും. പക്ഷേങ്കിൽ ഈ ഒരു സാമ്പിളിനകത്താണെങ്കിൽ ഇപ്പോൾ കണ്ടാമിനേഷൻ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ആക്കി എടുത്താൽ തന്നെ ഇങ്ങനെ ഇരിക്കും, കണ്ടില്ലേ. അപ്പോൾ ഇച്ചിരി ഓയിൽ പോലത്തെ കട്ടിയുള്ള ലിക്വിഡാണിത്. പക്ഷേങ്കിൽ യെല്ലോ കളറാണ് അയൺ കണ്ടാമിനേഷൻ കാരണം. ഇതിനി പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ നമ്മളിത് ഡിസ്റ്റിൽ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും കുറച്ച് കോപ്പർ സൾഫേറ്റും ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു പവർ സപ്ലൈ ഒക്കെ ഉണ്ടെങ്കിൽ അടുത്തുനിന്ന് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നൊരു കെമിസ്ട്രി എല്ലാവരും പഠിച്ചു കാണുമല്ലോ അല്ലേ. ഇതൊക്കെ എന്നാ സാധനം? നോക്കടാ മോനെ, നോക്ക്. പല കളറിൽ കുറേ ഉണ്ടല്ലോ. നോക്കിയോതേ, അയ്യോ ഇത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകണം. ഇത് അടിപൊളിയുള്ളൂ. കളറ് പറയും, നോക്കടാ കളറ് പറയും. ആരാടാ ഉജാരി എടുത്തത്? നീ ഇവിടെ പിടിച്ചോ.